കേരള സർവകലാശാല വിസിയുടെ റിപ്പോർട്ടിന്മേൽ ചാൻസലറുടെ നടപടി ഇന്നുണ്ടാകില്ല. ഹൈക്കോടതിയിൽ സിസ തോമസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കാത്തതിനെ തുടർന്നാണ് മാറ്റം. അതിനിടെ കേരള വിസിക്കുള്ള ഫയലുകൾ രജിസ്ട്രാർക്ക് അയക്കരുതെന്ന താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ്. വിസിക്ക് അയക്കേണ്ട ഫയൽ നേരിട്ട് അയക്കാൻ ജോയിന്റ് രജിസ്ട്രാർമാർക്ക് നിർദ്ദേശം. രജിസ്ട്രാർ KS അനിൽകുമാർ ഫയലുകൾ ഔദ്യോഗികമായി കൈകാര്യം ചെയ്യുന്നത് തടഞ്ഞ് വിസി. ഷീജ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷീജ, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും ഈ റിപ്പോർട്ടിന്മേലുള്ള നടപടി ഇന്നുണ്ടാകുമെന്ന് കരുതിയിരുന്നു, അതുണ്ടാകില്ലല്ലേ? തീർച്ചയായും ഏതായാലും കേരള സർവകലാശാല വിസിയുടെ റിപ്പോർട്ടിന്മേലുള്ള നടപടി ഇന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവനുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഡോക്ടർ സിസ തോമസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ്, ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇന്ന് എടുക്കുന്ന ദിവസമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങളിലായിരുന്നു രാജ്ഭവൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് തുടർ നടപടി തീരുമാനിക്കാനിരുന്നത് നാളത്തേക്ക് മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്നും അറിയുന്നത്. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ഇടപെടലുകൾ വിസിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടരുകയാണ്. ഡോക്ടർ സിസ തോമസിന് ഇന്നുകൂടിയാണ് ചുമതലയുള്ളത്. നാളെ മുതൽ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തിരുവനന്തപുരം സർവകലാശാലയിൽ എത്തുകയാണ്. അപ്പോൾ ഇന്നുകൂടി ചുമതലയുള്ള ഡോക്ടർ സിസ തോമസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന നടപടികൾ എന്ന് പറയുന്നത് വിസിക്ക് വരുന്ന ഫയലുകൾ അത് സാധാരണ രീതിയിൽ രജിസ്ട്രാർക്ക് വന്നതിന് ശേഷം രജിസ്ട്രാർ പരിശോധിച്ചാണ് വിസിക്ക് കൈമാറിക്കൊണ്ടിരുന്നത്. ഇത് ഇനിയിപ്പോൾ രജിസ്ട്രാർ നേരിട്ട് സ്വീകരിക്കേണ്ടതില്ല, നേരിട്ട് വൈസ് ചാൻസലർക്ക് തന്നെ തന്നാൽ മതി എന്നുള്ളൊരു നിർദ്ദേശമാണ് ജോയിന്റ് രജിസ്ട്രാർമാർക്ക് നൽകിയിരിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം എത്തിയ വ്യക്തിയാണ് രജിസ്ട്രാർ KS അനിൽകുമാർ എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം സിസ തോമസിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാർമാർക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ രജിസ്ട്രാർക്കെതിരായിട്ടുള്ളൊരു നടപടി തന്നെയാണ് രാജ്ഭവൻ ആലോചിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തെ പൂർണ്ണമായും റദ്ദാക്കുന്ന തരത്തിലേക്കുള്ളൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത നാളെയായിരിക്കും കൈവരിക്കാൻ സാധിക്കുക. കാരണം നാളെയായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിയിലേക്ക് രാജ്ഭവൻ കടക്കുക. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.